ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ആരാധനക്രമ വർഷത്തിൻ്റെ ഏറ്റവും അവസാന ദിവസമാണ്. പള്ളിക്കൂദാശക്കാലത്തിലെ അവസാനത്തെ ആഴ്ചയായ 4-ാമത്തെ ആഴ്ചയിലെ അവസാന ദിവസം, ശനിയാഴ്ച ദിവസം. ഈ ഒരു ആരാധനാ വർഷത്തിലൂടെ, ഈ കഴിഞ്ഞു വന്ന 9 ആത്മീയ കാലങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകിയ സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഈശോയുടെ വചനത്തിലൂടെ ഈശോയോട് നമ്മളെ കൂടുതൽ അടുപ്പിച്ചതിനെ ഓർത്ത്, ഈശോയുടെ ഹൃദയരഹസ്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വചനത്തിൻ്റെ ഉള്ളറകൾ നമുക്ക് തുറന്നു തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 42-ാം വാക്യം: അധികാരികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി ഫരിസേയരെ ഭയന്ന് അവരാരും അത് ഏറ്റുപറഞ്ഞില്ല. ഫരിസേയർ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ പലരും ഈശോ പറഞ്ഞതിലെ കാര്യങ്ങളും സത്യവും മനസ്സിലാക്കി. പക്ഷേ ആ കാര്യങ്ങൾ, ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ആ കാര്യങ്ങളെക്കാൾ അവർ പ്രീതിയും ബഹുമാനവും കൽപ്പിച്ചത് ചുറ്റുമുള്ള അധികാരികളുടെയും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരുടെയും പ്രീതിയായിരുന്നു. ഈ തിരുവചനം നമ്മളോട് ആത്യന്തികമായി ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്: നാം ആത്യന്തികമായി ആരെയാണ് ബഹുമാനിക്കുന്നത്, ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ദൈവത്തെയാണോ, സഹോദരങ്ങളെയാണോ? ദൈവത്തെ വേണ്ട സമയത്ത് മടി കൂടാതെ അംഗീകരിക്കാനും ഏറ്റുപറയാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം വനിതാ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ ജമീമ റോഡ്രിഗസിൻ്റെ മാൻ ഓഫ് ദി മാച്ച് ആയതിനു ശേഷമുള്ള ആ പ്രതികരണത്തെക്കുറിച്ച് തന്നെയായിരുന്നു. അവൾ തൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഒരു ടീമിനെ മുഴുവൻ വിജയത്തിലേക്ക് എത്തിച്ച് മൈക്ക് പോയിൻറ്റിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവൾ ആദ്യമേ പറഞ്ഞത്, ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഹൈന്ദവരോ മറ്റു മതസ്ഥരോ ഒക്കെ കൂടുതലുള്ള ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ അത്രയും അംഗങ്ങൾ കൂടുതലുള്ള തങ്ങളുടെ ടീമിലും ബാക്കി എല്ലാവരും അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും അവളുടെ വിശ്വാസം ലോകത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞു, ഞാൻ ആദ്യമായി നന്ദി പറയുന്നത് ഈശോയ്ക്കാണ് ഈ വലിയ വിജയം നേടുത്തുന്നതിന്, പിന്നെ എൻ്റെ കോച്ചിന്, എൻ്റെ കുടുംബാംഗങ്ങൾക്ക്, അങ്ങനെ ഓരോരുത്തരെ പറഞ്ഞു. പക്ഷേ ഏറ്റവും ആദ്യം പറഞ്ഞ പേര് അവൾ വിശ്വസിക്കുന്ന ദൈവമായ, സത്യദൈവമായ ഈശോയുടെ പേരാണ്. സാധാരണ പറയാറുണ്ട്, ചോറങ്ങും കൂറിങ്ങുമായി ജീവിക്കുന്ന ചിലരുണ്ട്. ഉപകാരങ്ങളും നന്മകളും എല്ലാം സ്വീകരിച്ച് വേണ്ട ഒരവസരത്തിൽ കൂടെ നിൽക്കാൻ പറ്റാതെ പോകുന്നവരെക്കുറിച്ചുള്ള കാര്യമാണ് ആ പറയുന്നത്. ദൈവത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിച്ചിട്ട് ആ ദൈവത്തെ മറന്ന് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന സംസാരവും പെരുമാറ്റവുമാണോ ദൈവത്തെ ഏറ്റുപറയേണ്ട, അംഗീകരിക്കേണ്ട സ്ഥലങ്ങളിൽ അത് ധൈര്യപൂർവ്വം, ബോധപൂർവം ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മളെല്ലാവരും ആത്മശോധന ചെയ്യേണ്ടതാണ്. നമ്മുടെ മിഷൻ പ്രദേശങ്ങളിലൊക്കെ ധീര രക്തസാക്ഷിത്വം വഹിക്കുന്നവരും അതുപോലെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നവരുമായ മിഷണറിമാരെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ഏത് പ്രതികൂല സാഹചര്യത്തിലും അവരുടെ രക്ഷ പോലും നോക്കാതെ ഈശോയെ ഏറ്റുപറയാൻ കാണിക്കുന്ന അവരുടെ ധൈര്യവും മാതൃകയും നമുക്കെല്ലാം പ്രചോദനമാകേണ്ടതാണ്. നമ്മൾ ആത്യന്തികമായി ദൈവത്തെ എല്ലാത്തിലും ബഹുമാനിച്ചാൽ ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ആത്മീയ പ്രാർത്ഥനാ വർഷത്തിൻ്റെ അവസാന ദിവസമാണിന്ന്. ഈ ഒരു വർഷത്തിൽ നമ്മൾ നേടിയെടുത്ത ഏറ്റവും പ്രധാന ഗുണങ്ങളിലൊന്ന്, ധൈര്യങ്ങളിലൊന്ന്, ഏതവസരത്തിലും അല്ലെങ്കിൽ നമ്മളിൽ നിന്നൊരു സാക്ഷ്യം ആവശ്യപ്പെടുന്ന സമയത്ത് ഈശോയെ അംഗീകരിച്ച് ഏറ്റുപറയാനും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? അതിനുള്ള ശക്തി, പ്രചോദനം നമ്മൾ ഈ നീണ്ട കാലയളവിലെ ആത്മീയ യാത്രയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചോ എന്ന് ഓരോരുത്തരും ആത്മശോധന ചെയ്യട്ടെ. നമുക്ക് അനുഗ്രഹദായകമായ ഒരു നല്ല ആത്മീയ വർഷം നൽകിയതിന് ദൈവത്തിന് നന്ദി പറയാം. പുതിയ വർഷത്തിലേക്ക്, ആത്മീയ വർഷത്തിലേക്ക് നാളെ മുതൽ പ്രവേശിക്കുന്നു. ദൈവം ആ പുതിയ വർഷത്തിലും നല്ല ഉത്തമ ആത്മീയ ക്രൈസ്തവ ജീവിതം നയിക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയുടെ സാക്ഷികളായി മാറുവാനും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ആത്മീയ വർഷക്കാലം മുഴുവൻ കേട്ടതിനും പ്രോത്സാഹിപ്പിച്ചതിനുമൊക്കെ എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ.